നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്മാവ് കുറേ ഉപ്മാവ് ചേച്ചി ഇട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉപ്മാവാണ് കേട്ടോ. അതായത് നമ്മുടെ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു ഉപ്മാവ്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് കഴിച്ച ഡിഷായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട്ടിലൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഞാൻ കഴിച്ച അതേ രുചി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ സത്യം പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉപ്മാവ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം എനിക്ക് തോന്നിയത് ഒന്നുമില്ലെങ്കിലും കറിയില്ലെങ്കിലും നമുക്കിത് മാത്രം കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള തേങ്ങ ചട്നി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 10 മാക്സിമം 15 മിനിറ്റിനുള്ളിൽ ഉപ്മാവ് റെഡി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ തക്കാളി വെച്ചുള്ള ഉപ്മാവ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതായത് നമ്മുടെ ടൊമാറ്റോ ഉപ്മാ. അപ്പൊ അതിന് വേണ്ടി ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റവ വറക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വറുത്ത റോസ്റ്റഡ് റവ വാങ്ങിക്കുന്ന റവയാണെങ്കിൽ പോലും ഒന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായിലോട്ട് അല്പം ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മെൽറ്റ് ആവട്ടെ. നെയ്യ് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 2 പേർക്കുണ്ടെങ്കിൽ അനുസരിച്ച് 3/4 കപ്പ്, അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പൊ നന്നായിട്ടൊന്ന് 5 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു വാസനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഞാൻ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. സെയിം പാത്രം തന്നെ തുടച്ചതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അതൊന്ന് നന്നായി ചൂടാവട്ടെ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന കാരണം പച്ചക്കറികളൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ കോളിഫ്ലവർ, പിന്നെ ഗ്രീൻ പീസ് ഇതെല്ലാം ഇടാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സവാളയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ഇതും പച്ചക്കറിയൊന്നും ഇടാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്മാവാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉരദ്ദാൽ, അതായത് ഉഴുന്നുപരിപ്പ് താല്പര്യം ഒഴിവാക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്രഞ്ചി എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇത് ഇടുന്നില്ല. അപ്പോൾ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉരദ്ദാൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കപ്പലണ്ടിയും കൂടെ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പകുതി സവാള നൈസാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരുപാട് ഉപ്പിടരുത്. ഇത് വാടിയാൽ മാത്രം മതി. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവേ. അതിലോട്ട് നമുക്ക് ഒരു നുള്ളു കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം മതി, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് കായം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വാടി വന്നിട്ടുണ്ട് സവാളയെല്ലാം. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം എന്താണെന്നറിയാമോ? തക്കാളി അരച്ചത്. ഞാനിവിടെ വെള്ളം ചേർക്കാണ്ട് തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട്. 1 കപ്പ് തക്കാളി അരച്ചത് കിട്ടുക. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന തക്കാളിയുടെ വലിപ്പം അനുസരിച്ച് മാറ്റം വരും കേട്ടോ അളവില്. അതായത് 1 കപ്പ് അരച്ചത് വേണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ 2 തക്കാളിയാണ് ഇവിടെ അരച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് അതിൽ കിടന്നൊന്ന് ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം, അതായത് തക്കാളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. അതിലോട്ട് നമുക്ക് ശരിക്കും ഒരു അല്പം കാശ്മീരി മുളക് പൊടി ചേർക്കണമായിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ തനിയെ ഒരു പാത്രത്തിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണേ മുളക് പൊടി, അല്ലെങ്കിൽ പച്ചമണം മാറില്ല. വെറുതെ ഇടാൻ പാടില്ല. ഇതിലോട്ട് എണ്ണയിലോട്ട് ഇച്ചിരി എണ്ണ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഇട്ടോളൂ കേട്ടോ. സവാള വാടി വരുന്ന സമയത്ത് മുളക് പൊടി ചേർത്തോളൂ. ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതേപോലത്തെ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് തിളക്കട്ടെ. ഇതിൻ്റെ രുചി ഒന്ന് നോക്കണം. എന്നിട്ട് അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണേ. കാരണം തക്കാളിക്ക് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ്. നിങ്ങൾക്ക് പുളി കുറവ് മതി എന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിവാക്കാം. പക്ഷെ ഞാനിവിടെ ഇച്ചിരി ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. എരിയൊക്കെ പെർഫെക്റ്റ് ആണ്. ഞാൻ അതിന് മുമ്പായിട്ട് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തതാണ്. അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും ഉപ്പ് ഒരു അല്പം മുന്നോട്ട് നിൽക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടായി വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കിച്ചടിയില്ലേ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്ത് കിച്ചടി എന്ന് പറയില്ലേ,
അതിൽ ടൊമാറ്റോ ചേർക്കണമെന്ന് മാത്രമുള്ള വ്യത്യാസം. സെയിം ആണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്തെന്നുള്ളതാണ് രസം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായി ഇടുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുതേ, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഇത് എന്തോരം വെള്ളമെന്ന് വിചാരിക്കും, പക്ഷേ വെള്ളമൊക്കെ വറ്റിക്കോളും. ഡോണ്ട് വെറി. ഇനി ഇത് നമ്മുടെ മറ്റേ ഉപ്പുമാവ് പോലെയുള്ള ഉപ്പുമാവ്, അത് സോഫ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കിച്ചടി പോലെ സോഫ്റ്റ് വെണ്ണ പോലെയുള്ള ഉപ്പുമാവാണേ. നമുക്കിത് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മാറ്റി വെക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കേസരിയിലൊക്കെ പോലെ ഇരിക്കും. ഞാൻ ഇപ്രാവശ്യം ദുബായിലോട്ട് വരുമ്പോൾ പ്ലെയിനിൽ നിന്നാണ് ഞാനിത് കഴിച്ചത് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ നല്ല മാങ്ങാച്ചാറ് സൂപ്പറായിരിക്കും, അല്ലെങ്കിൽ നല്ല അടിപൊളിയുള്ള തേങ്ങ ചമ്മന്തി നന്നായിരിക്കും. അവർ സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചോളൂ. പക്ഷേ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് അടിപൊളി. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടച്ച് ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റോളം അടച്ചിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി പീസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ഇത് ചെറിയ ചൂടോട് കൂടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഞാൻ ചുമ്മാ കഴിക്കും. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയ്ക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ റെസിപ്പി തന്നെയാണ്, ഈ ചട്നിയുടെ റെസിപ്പി തന്നെയാണ് വടയിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വടയില്ലേ, അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്പൈസി ചട്നി. അപ്പോൾ അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. പച്ചമുളകിൻ്റെ ഇത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 5 ഇടുന്നുണ്ടേ. അത്യാവശ്യം എരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചമ്മന്തി. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ അളവ് കൂടാൻ പാടില്ല. അതുപോലെ തന്നെ 2 ചെറിയുള്ളി, ഒരു 2-3 കറിവേപ്പിലയുടെ ഇതളിട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് നമുക്കിത് അരച്ചിട്ട് കൊണ്ടുവരാം. അത് കടുക് താളിച്ച് ചേർക്കട്ടെ. അതിലോട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ടാണ് താളിച്ച് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാ. എരിവൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മുടെ ടൊമാറ്റോ ഉപ്മാവും നല്ല സ്പൈസി ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയും റെഡി മണി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പം അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.